ഇവിടെ എത്തി. ഇവിടെ അടുത്ത് തന്നെയാ. അത് കാണുമ്പോൾ പേടിയുണ്ട്. അല്ല, വേറെ സംശയം ചോദിച്ചോട്ടെ. ഈ പച്ചരിക്കൊമ്പന്റെ അമ്മ മരിക്കുമ്പോ പച്ചരിക്കൊമ്പന് എത്ര പ്രായമുണ്ട്? പച്ചരിക്കൊമ്പന് എവിടെ 2-2.5 വയസ്സുണ്ടാവും. അതെ അല്ലേ? ഓ, അന്ന് മുട്ടിട്ട് ഇങ്ങനെ പ്രായല്ലേ. ഓ, ശരി. ചെറിയ പ്രായത്തില് അമ്മ പോയി. പിന്നെ വളർത്തിയതല്ല? പിന്നെ വളർത്തിയതൊക്കെ ഓൻ്റെ ഉപ്പയാ. അപ്പൊ വളർത്തി. അതിന്റെ ഇടയ്ക്ക് ഓനൊരു പ്രണയം ഉണ്ടേനല്ലോ. പ്രണയമുണ്ട്? മന്ദാകിനി എന്ന് പറഞ്ഞ പെണ്ണിനേറ്റ് പൊരിഞ്ഞ പ്രണയം. അത് നടന്നില്ല. അതിന് വാപ്പ ഭയങ്കര അടങ്ങറുണ്ടായി കഴിഞ്ഞു. അതിന്റെ പേരിൽ ഈ മന്ദാകിനി ആത്മഹത്യ ചെയ്തു. അവള് പോയേ ചാടിയിട്ട് ആത്മഹത്യ ചെയ്താൽ ഭയങ്കര കഷ്ടമാണല്ലോ ആ പാവത്തിന്റെ ജീവിതം. അപ്പൊ അത് എവിടെ അടക്കിക്കണേ? മന്ദാകിനി ഇവിടെ തന്നെ, ഉമ്മാന്റെ തൊട്ടപ്പുറത്ത് തന്നെ മന്ദാകിനിന്റെ ഉണ്ട്. അതല്ലേ? രണ്ടും അടുത്ത് തന്നെ. ആരാ? ഓഫീസ്. മിസ്റ്റർ മന്മഥൻ, ഈ താങ്കൾ ഈ തവളക്കുഴിയിൽ ചെന്നിട്ട് എന്ത് കോപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ സുഹൃത്തെ, ഞാനിവിടെ ഫിഷ് ടിവിയുടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്തെല്ലാം കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നറിയോ? പച്ചരിക്കൊമ്പൻ നടന്ന വഴി, പച്ചരിക്കൊമ്പൻ തിന്ന പനമ്പട്ട, പച്ചരിക്കൊമ്പൻ മൂത്രമൊഴിച്ചത്, പച്ചരിക്കൊമ്പന്റെ ആനപ്പിണ്ടം, ഇതൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊന്നും കിട്ടാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല സാർ, അത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തെങ്ങിന്ന് വീണ് കിടക്കുന്ന ഓലയും പിന്നെ ഈ പറഞ്ഞമാതിരി ഇതുവഴി പോകുന്ന കാളയും പശുവൊക്കെ ഇട്ട് ചാണകത്തിന് എടുത്തിട്ട് ആനപ്പിണ്ടോന്ന് പറഞ്ഞിട്ട് അവർ പറയുക, അങ്ങനെ ന്യൂസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചു. എന്നാലും എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങൾ തേടി പിടിക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ റേറ്റിംഗ് താഴോട്ട് പോകും. അല്ല സാർ, ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ നോക്കിയിട്ട് ഇവിടെ ഈ ആട്ടുംകാട്ടവും പിന്നെ പട്ടിക്കാട്ടും ഒക്കെ ഉള്ളൂ. അതെടുത്ത് നമുക്ക് ആനപ്പിണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ സാർ, വേറൊരു എക്സ്ക്ലൂസീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? പറയൂ. എൻ്റെ കൂടെ ഇവിടെ പ്രദേശവാസിയായ ഒരു മൊയ്തുക്ക ഉണ്ട്. കണ്ടത്തിൽ. മൊയ്തു കണ്ടത്തിൽ. അപ്പൊ മൊയ്തുക്കാക്ക് ഈ നമ്മുടെ പച്ചരിക്കൊമ്പന്റെ ഫുൾ ഹിസ്റ്ററി അറിയാം. അപ്പൊ ഇപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പച്ചരിക്കൊമ്പന്റെ അമ്മ മരിച്ച് അടക്കിക്കുന്ന അവിടെ ശവകുടീര് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ആണോ? ഒപ്പം വേറൊരു എക്സ്ക്ലൂസീവ് ഉണ്ട്. ഈ പച്ചരിക്കൊമ്പൻ ആള് ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉള്ള ആളാണ്. ഒരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാമുകി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ കാമുകിയെ അടക്കിക്കുന്നത് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അതും കാണിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഓ, വെരി ഇൻട്രസ്റ്റിംഗ്. എങ്കിൽ മന്മഥൻ പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്ത് എൻ്റെ ബൈറ്റ് എനിക്ക് അയച്ചു തരൂ. ഇവിടെ എത്രയും പെട്ടെന്നോ? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തോളൂ. ഓക്കെ സാർ, ഓക്കെ. പ്രഷറാണേ. അല്ല, ആർക്കാ പ്രഷർ? ആർക്കും പ്രഷറല്ല. ഞങ്ങളുടെ ഈ ജോലിയുടെ വർക്ക് പ്രഷർ, ഞങ്ങളുടെ ജോലിയുടെ ഭാരം, അതിന്റെ ടെൻഷനാണേ. അല്ല, നമുക്കിത് എവിടെയാണ്? ഇപ്പൊ വളമുണ്ട് വളഞ്ഞ ഇവിടെ അടുത്ത് തന്നെ. സാറേ, ആനോട് നിലവിളില്ല കേട്ട്. അത് എനിക്ക് തോന്നുന്നതേ, വർഷത്തിലൊരിക്കല് അവൻ്റെ ഉമ്മാന്റെ ആണ്ടിനും അവൻ പൂവിടാനും പനമ്പട്ട വെക്കാനൊക്കെ വരലുണ്ട്. അതിന് വന്നതാണ്. എവിടെ ഈ ഒച്ച കേട്ടത്? അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ? ഇപ്പൊ എനിക്ക് അല്ല, അതെ സൂക്ഷിച്ച് കണ്ടോ, എൻ്റെ അടുത്ത് എവിടെ തന്നെയാണ്. ഉപദ്രവിക്കോ? എന്തൊക്കെ പറയണേ? പച്ചരിക്കുമ്പോ ഒരു സ്വഭാവം കണ്ടില്ലേ? ചവിട്ടി കൂട്ടിക്കാട് പോയി തീരെ ഓർത്ത്. മോനെ പച്ചരിക്കൊമ്പാ, എന്റെ ഉണ്ണേട്ടനാന്ന് പറയുന്നത്. എനിക്ക് പച്ചരി ഉണ്ട്, പഴുത്ത കായുണ്ട്, എനിക്കൊരു ഉമ്മയുണ്ട്. മോനെ, എവിടെയാ നീ പോയി? മോനെ കാണുന്നില്ല. ഇല്ല പച്ചരിക്കൊമ്പാ, മോനെ എന്റെ ഉണ്ണേട്ടനാന്നറാ. എനിക്ക് നല്ല പഴുത്ത കായ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. മോനെ കുട്ടാ, നീ ഒരു റേഷൻ കടയിൽ തല്ലി പോയിക്കണ്ട. അതിന്റെ താക്കോൽ ഞാൻ എടുത്തു വെച്ചിട്ട്. മോനെ വാ മോനെ കുട്ടാ. പച്ചരി കൊമ്പ.
ഇതാ പ്രേക്ഷകർക്കായി ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. പച്ചരിക്കൊമ്പനെ അതിസാഹസികമായിട്ട് കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങളുടെ ക്യാമറമാൻ ആന്റണിയെയും ഞങ്ങളുടെ റിപ്പോർട്ടറായ മന്മഥനെയും പച്ചരിക്കൊമ്പൻ ആക്രമിച്ചിരിക്കുന്നു. തവളക്കുഴിയിലെ കാട്ടിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ പച്ചരിക്കൊമ്പന്റെ അമ്മയുടെ ശവകുടീരത്തിൽ ചെന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അവർ അതിസാഹസികമായിട്ട് ഒരു തലനാരിയുടെ വ്യത്യാസത്തിലാണ് ഞങ്ങളുടെ ക്യാമറമാനും ഞങ്ങളുടെ റിപ്പോർട്ടറും രക്ഷപ്പെട്ടത്. അവിടെ ഈ ആനസ്നേഹിയായ ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ അകപ്പെട്ടിരിക്കുന്നു ആ കാട്ടിൽ. അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മന്മഥൻ, പറയൂ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരോട് പറയൂ. എന്താണ് അവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ ഒളിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കുളമുണ്ട്, ഇവിടെ ഒരു മുതലയുണ്ട്. ഇനി മുതലയുടെ ആക്രമണത്തിനാണോ ഞങ്ങൾ വരിക്കുന്നത്, അതോ ഇനി പച്ചരിക്കൊമ്പൻ്റെ ആക്രമണമാണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ പച്ചരിക്കൊമ്പൻ്റെ അമ്മയുടെ കുഴിമാളം ഞങ്ങളത് ചിത്രീകരിക്കാനായിട്ട് പോയ സമയത്താണ് ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ ഓടി ഇപ്പോൾ രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ ഒരു അവസ്ഥയിലാണ്. വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ ചുറ്റും പച്ചരിക്കൊമ്പൻ്റെ വിളി കേൾക്കുന്നുണ്ട്. പക്ഷേ ഒച്ച എടുക്കാൻ പോലും പറ്റുന്നില്ല. ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കേട്ട്. ഇത് പച്ചരിക്കൊമ്പൻ പണ്ട് വെള്ളം കുടിക്കാൻ പറ്റുന്ന കുളമാണ്. പച്ചരിക്കൊമ്പൻ വെള്ളം കുടിച്ചിരുന്ന കുളമാണ്. ഇപ്പോൾ ഏത് നിമിഷവും ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആ ഒരു അവസ്ഥയിലാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്ലീസ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അങ്ങോട്ട് നടത്തും. അതെ, ഒരു ചാനലുകൾക്കും കിട്ടാത്ത അത്രയും മനോഹരമായ ന്യൂസാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടെത്തി കാണിച്ചിരിക്കുന്നത്. ഇനിയും പ്രയാണം തുടരുകയാണ്. പച്ചരിക്കൊമ്പനെ കണ്ടുപിടിക്കുന്നതിലുള്ള പ്രയാണം ഞങ്ങളുടെ ചാനൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടറും ഞങ്ങളുടെ ക്യാമറമാനും തലനാരിയുടെ വ്യത്യാസത്തിനാണ് പച്ചരിക്കൊമ്പന്റെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്.